സ്ത്രീ സംരക്ഷണം, കുട്ടികൾക്കുള്ള പരിരക്ഷ എന്നിവ വാഴ്ത്തിപ്പാടുന്ന മുഖ്യമന്ത്രി ഒരു വശത്ത്, അപ്പുറത്ത് പീഡനവും ബലാത്സംഗവുമായി പാർട്ടിക്കാർ മറ്റൊരു വശത്ത്. ആഹാ, എത്ര നല്ല മാതൃകയാക്കാൻ പറ്റിയ പാർട്ടി! പറയുന്നതും ചെയ്യുന്നതും രണ്ടും രണ്ടാകുന്നത് ഇടതുപക്ഷത്തിന്റെ കുലമഹിമയാണല്ലോ. കുട്ടികളെ സംരക്ഷിക്കാനായി പദ്ധതികളും സർക്കാർ ഒരു വശത്ത് നടത്തുമ്പോൾ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയാണ് ഒരു വിഭാഗം നേതാക്കൾ. ഇപ്പോഴിതാ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ CPM പുതുനഗരം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ചെട്ടിയത്തുകുളമ്പ് ബ്രാഞ്ച് സെക്രട്ടറി N ഷാജിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോക്സോ നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുവായൂരിൽ കായികോപകരണങ്ങൾ വിൽക്കുന്ന കട നടത്തുന്ന ആളാണ് പ്രതിയായ ഷാജി. ജേഴ്സി വാങ്ങാൻ കടയിലെത്തിയ 10ാം ക്ലാസ്സുകാരന് ഷാജി സ്വകാര്യ ഭാഗം കാണിക്കുകയും കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കുകയും ചെയ്തതു എന്നാണ് കേസ്. കുട്ടി സംഭവം രക്ഷിതാക്കളെ അറിയിക്കുകയായിരുന്നു. ഇത് ഒന്നു മാത്രമല്ല, നിരവധി പീഡന കഥകളാണ് CPM നേതാക്കൾക്ക് നേരെ ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനും CPM മലയൻകീഴ് ബ്രാഞ്ച് സെക്രട്ടറിയുമായ കുടിയാട്ട് KV തോമസ് പോക്സോ കേസിൽ അറസ്റ്റിലായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയോട് കഴിഞ്ഞ മാർച്ച് മുതൽ വിവിധയിടങ്ങളിലായി നേരിട്ടും ഫോൺ വഴിയും തനിക്ക് വഴങ്ങണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇദ്ദേഹം തന്റെ ലീലകൾ നടത്തിയത്. തുടർന്ന് പെൺകുട്ടി അമ്മാവനോട് വിവരങ്ങൾ പങ്കുവച്ചു. പെൺകുട്ടി കോതമംഗലം പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് നടന്നു. മുനിസിപ്പൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവും 8ാം വാർഡ് കൗൺസിലറുമായിരുന്നു ഇദ്ദേഹം. തുടർച്ചയായി 3ാം വട്ടമാണ് കൗൺസിലറായി തുടരുന്നതും. മുൻപ് ബന്ധുവായ യുവതിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് ഈ മഹാൻ. ഇത് മാത്രമല്ല, ഇനിയുമുണ്ട്. കടയിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ച സംഭവത്തിൽ CPM നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി അറസ്റ്റിലായതും നമ്മൾ മറന്നിട്ടില്ല. ഇത് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ചില ഉദാഹരണങ്ങൾ മാത്രം. ഇനിയും വമ്പന്മാരും കൊമ്പന്മാരും ചെയ്യുന്നതും ചെയ്തു തുടരുന്നതും കുറേയുണ്ട്. IPC 354 വകുപ്പ് ചുമത്തി നടനും MLAയുമായ മുകേഷിനെതിരെ കേസെടുത്തതും അതിന്റെ പേരിന്റെ ഉണ്ടായ പുകിലും മുഖ്യമന്ത്രി കുലുങ്ങാതിരുന്നതും അവസാനം MLA അകത്താകുമെന്ന് ഉറപ്പായപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിയതും നമ്മൾ മറക്കരുത്. കൂടാതെ മന്ത്രിയായിരുന്ന കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ തന്നോട് മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു എന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ LDF പറയുന്ന സ്ത്രീ സുരക്ഷ എവിടെയെന്ന് തികഞ്ഞു നോക്കേണ്ടി വരും. ഇനി പോരാട്ടം സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറയുന്ന ഈ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ CBI പടയെ വരെ ഇറക്കാൻ തിടുക്കം കാണിച്ചത് ഈ കാണുന്ന നേതാക്കന്മാർക്കെതിരെ കാണിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അതങ്ങനെയാണല്ലോ. 2 കാലിൽ മന്തുള്ളവൻ എപ്പോഴും ഒരു കാലിൽ മന്തുള്ളവനെ കുറ്റം പറയാൻ വളരെ തിടുക്കപ്പെട്ട് നടക്കും.